എന്തൊക്കെയുണ്ട് ഗായ്സ്, സുഖല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ പേര് നവീന. ഞാനിപ്പോൾ കറൻ്റ് ഉള്ളത് ജർമ്മനിയിലാണ്. ഞാനിവിടെ ജർമ്മനിയിൽ വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ കേരള ടു ജർമ്മനി എന്ന് പറഞ്ഞിട്ടൊരു ലോങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു. മെയിൻ ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് എങ്ങനെയാണ് ജർമ്മനിയിൽ വന്നതിനെ പറ്റിയിട്ടായിരുന്നു. അത് കൂടാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊക്കെ നമുക്ക് ഉത്തരം കൊടുക്കാമെന്ന്. ഇതറിയാൻ താല്പര്യമുള്ള കുറച്ച് പേരുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം ചുരുക്കി പറയാൻ ശ്രമിക്കുക. എനിക്ക് നിങ്ങളെ കുറേ നേരം ഇരുത്തി ബോറടിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എങ്ങനെയാണ് ജർമ്മനിയിൽ വന്നത്? ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ ജർമ്മനിയിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ +2 കഴിഞ്ഞ് നേരെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് 8 മാസം മുതൽ 10 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സായിരിക്കും. നമുക്ക് 4 ലെവൽ ഉണ്ടാവും: A1, A2, B1, B2. ഈ 4 ലെവൽസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നത് ഏറെക്കുറെ 10 മാസം ആണ്. എൻ്റെ വീട് എറണാകുളമാണ്. അതുകൊണ്ട് ഞാൻ പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ കുർമശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമിയിലായിരുന്നു. എന്നോട് മിക്കപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാവരും, ഏത് അക്കാഡമിയിലാണ് പഠിച്ചത്? സത്യം പറഞ്ഞാൽ അക്കാഡമി അനുസരിച്ചിട്ടല്ല നമ്മൾ ജർമ്മനിയിൽ വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പഠിപ്പിക്കുന്ന നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏത് ഏജൻസി വേണമെങ്കിലും ചേരാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠിച്ച് മൊഡ്യൂൾസ് കിട്ടണം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെങ്കിലും പോവാം. നമ്മൾ എങ്ങനെയാണോ പഠിക്കുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പാസ്സാവുന്നത്. അതിപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാലും നമുക്ക് പാസ്സാവാൻ പറ്റും. ഫസ്റ്റ് ചെയ്യേണ്ടത് ലാംഗ്വേജ് പഠിച്ച് മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഈസി ആണെന്നും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളുടെ മൈൻഡ് എങ്ങനെയാണോ, ചിലവർക്ക് ഒറ്റയടിക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റും, ചിലവർക്ക് ടൈം എടുക്കും. നമുക്ക് ജർമ്മനിയിൽ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് നല്ല രീതിക്ക് ക്ഷമയാണ്. കാരണം ചിലർക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല എന്ന് പറയുന്ന പോലെ ചിലർക്ക് പെട്ടെന്ന് റെഡിയാവും, ചിലർക്ക് നല്ല ടൈം എടുക്കും. അപ്പോൾ നമുക്ക് മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഹോപ്പ് വിടാതെ പിന്നെ ട്രൈ ചെയ്ത് ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് അതിൽ തന്നെ നിൽക്കാൻ നമുക്കൊരു മൈൻഡ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജർമ്മൻ ചൂസ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതങ്ങനെയാണ്. അതിപ്പോൾ നിങ്ങൾ പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്പോൾ പൊതുവേ കുറച്ച് ബിസിനസ്സായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കില്ല, ബിസിനസ്സായി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർ നമുക്ക് പെട്ടെന്ന് നമ്മളെ പാസ്സാക്കുന്നില്ല. ഇപ്പോൾ ഈ കുറച്ച് വർഷങ്ങളായിട്ട് അത് ഒരു മെയിൻ പ്രശ്നമാണ്. നമുക്ക് നല്ല രീതിക്ക് ക്ഷമ വേണം. ചിലർക്ക് ഒറ്റയടിക്ക് റെഡിയാവും, ചിലർക്ക് റെഡിയാവില്ല. അപ്പോൾ റെഡിയാവുന്ന വരെ വെയിറ്റ് ചെയ്ത് ആ ഒരു ഡിറ്റർമിനേഷനിലൂടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജർമ്മൻ ചൂസ് ചെയ്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഞാനും പഠിച്ച ഉടനെ തന്നെയല്ല കയറി വന്നത്. എനിക്കൊരു 2 വർഷത്തോളം എടുത്തായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് എന്തായാലും കയറി വരണം എന്നുള്ളൊരു സംഭവം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെയുള്ള ക്വസ്റ്റ്യനാണ്, ഞാൻ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഞാൻ നേരെ ഹൗസ് ബിൽഡിങ്ങിലല്ല വന്നത്. ഞാൻ FSC എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്തിട്ടാണ് വന്നത്. FSC എന്ന് പറയുമ്പോൾ അതൊരു വോളണ്ടറി സർവീസാണ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വോളണ്ടറി സർവീസാണ്. മെയിനായിട്ട് 18 വയസ്സ് തുടങ്ങി 26 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സിന് എക്സ്പീരിയൻസ് നേടാനും ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്, അതായത് മെയിനായിട്ട് നേഴ്സിംഗ്, കിൻഡർ ഗാർഡൻ, പിന്നെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്ത്, അതായത് ആക്ച്വലി ഇതൊരു സോഷ്യൽ സർവീസാണ് മെയിൻലി. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി പോകില്ല, അതുപോലത്തെ ഒരു പരിപാടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ മൊഡ്യൂൾ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടി ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം, എന്നിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്താൽ മതി എന്നാണെങ്കിൽ എടുക്കാൻ പറ്റിയൊരു കോഴ്സാണ്. അതുപോലെ തന്നെ ഇതിന് ഫുൾ മൊഡ്യൂൾ വേണമെന്നും നിർബന്ധമില്ല. മിനിമം A2 എങ്കിലും വേണം. അത് ഓരോ കമ്പനി അനുസരിച്ചിട്ടായിരിക്കും. ചിലവർ A2 ഉണ്ടെങ്കിലും എടുക്കും, ചിലവർക്ക് ചിലപ്പോൾ B1 വേണ്ടി വരും, അല്ലെങ്കിൽ B2 വേണ്ടി വരും. പക്ഷെ ഫുൾ മൊഡ്യൂൾ വേണമെന്ന് നിർബന്ധമില്ല. അതും ഈ ഒരു കോഴ്സിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അങ്ങനെ നമുക്ക് കയറി വരാം. പക്ഷേ ഇപ്പോൾ നാട്ടിൽ മിക്ക ഏജൻസീസും FSC ചെയ്യുന്നില്ല. അതും ഒരു പ്രശ്നമാണ്. അത് നാട്ടിൽ ഡയറക്റ്റ്ലി നമുക്ക് ഏജൻസി വഴി വരാമെന്നുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ നല്ല രീതിക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് അന്വേഷിച്ചായിരുന്നു, പക്ഷെ നാട്ടിൽ ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ ഏജൻസി വഴിയല്ല വന്നത്. എൻ്റെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു കമ്പനിയിൽ പൊസിഷൻ ഒഴിവുണ്ട്, അപ്പോൾ നീ ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ച് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എൻ്റെ ബാക്കിയുള്ള ഫുൾ പ്രൊസീജിയേഴ്സ്, വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഏജൻസി ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റില്ല.
പക്ഷെ നമുക്ക് സത്യം പറഞ്ഞാൽ ഏജൻസി വേണമെന്നില്ല, നമുക്ക് തന്നെയും അപ്ലൈ ചെയ്യാം. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്, പക്ഷെ അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിക്ക് ടൈം എടുക്കുന്ന പരിപാടിയാണ്. കാരണം നമ്മൾ ഒരുപാട് മെയിൽ അയക്കേണ്ടി വരും, കുറേ നാൾ കണ്ടിന്യൂസ് മെയിൽ അയക്കേണ്ടി വരും, നല്ല രീതിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് മെയിനായിട്ട് FSJ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈം. അപ്പോൾ ആ ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് മാസം മുമ്പ് തന്നെ ശരിക്കും മിക്ക കമ്പനീസും ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് മെയിൻ റീസൺ. നമ്മൾ മെയിൽ അയച്ചിട്ട് റിജക്ഷൻ വരുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. അതായത് നമ്മൾ മെയിൽ അയക്കാൻ വൈകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻ കിട്ടാൻ നല്ല ചാൻസ് കുറവാണ്. അതുപോലെ നമ്മൾ മെയിൽ അയക്കുമ്പോൾ പ്രോപ്പർ ഒരു മോട്ടിവേഷൻ ലെറ്റർ സംഭവം അല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് റിജക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ച് മാസം മുമ്പ് ഒരുപാട് കമ്പനീസിനെ ഒരുമിച്ച് നല്ലൊരു മോട്ടിവേഷൻ ലെറ്റർ വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ FSJയുടെ ഏജൻസി പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല, ബിക്കോസ് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ എനിക്കിപ്പോൾ അറിയാൻ പാടില്ല. പിന്നെ നമുക്ക് ജർമ്മനിയിൽ കണക്ഷൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഫാമിലീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വഴി നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് വരാനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബിക്കോസ് അവർക്കറിയാൻ പറ്റുമല്ലോ ഓരോ കമ്പനിയിൽ ഒഴിവ് വരുമ്പോൾ ഫ്രണ്ട്സ് വഴി അവർക്ക് കോൺടാക്റ്റ് കിട്ടുമല്ലോ. ഇപ്പോൾ ഞാൻ വന്ന പോലെ അങ്ങനെ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്ക് സത്യം പറഞ്ഞാൽ മെയിലും അയക്കണം, ഈ ഒരു രീതിക്കും നിങ്ങൾ സെർച്ച് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FSJ വഴി കയറി വരാൻ പറ്റും. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് കയറി വരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഓഫ്കോഴ്സ് ഔട്ട് എയർ ആയിരിക്കും. അതിൽ നമുക്ക് A2 ലെവൽ ലാംഗ്വേജ് മതി. അതുകൊണ്ട് നമുക്ക് ഈ ബിസിനസ്സായി പാസ്സാക്കണ ബുദ്ധിമുട്ട് എന്നൊക്കെ നമുക്ക് ഒഴിവാകാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇതിങ്ങനെ ഭയങ്കര ഷോക്കായി കോമ്പറ്റീഷൻ കൂടി വരാൻ പറ്റാണ്ടായപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഔട്ട് എയർ ചൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് നല്ല ഫാമിലീസിനെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് വരാൻ പറ്റും. ജർമ്മനിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട്, ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വരുമ്പോൾ നമ്മൾ വന്ന കമ്പനി നാട് ഒക്കെ അനുസരിച്ചിട്ടിരിക്കും സത്യം പറഞ്ഞ അവസ്ഥ. ഇപ്പം ഞാൻ വന്ന സ്ഥലം അത്യാവശ്യം കുഴപ്പമില്ല, സിറ്റി അല്ല, ബാംബർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. മെയിനായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരെല്ലാവരും അടിപൊളിയാണ്, നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളവരാണ്. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല. എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നമുക്ക് മെയിൻ നേഴ്സസ് ഉണ്ടാവും, അവരുടെ നേതൃത്വത്തിൽ നമുക്ക് എല്ലാം പറഞ്ഞു തന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ചു പോകാൻ പറ്റും. പിന്നെ ഡെയിലി നമ്മുടെ ജോലി സ്ഥലത്ത് ജർമ്മൻ സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടെ ലാംഗ്വേജ് പയ്യെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതായിരിക്കും. ഹൗസ് ബിൽഡിങ്ങിന് കയറുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലാംഗ്വേജ് അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം പാടായിരിക്കും ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന സമയത്ത് പാസ്സാവാനും മൊത്തത്തിൽ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മെയിൻലി അതുകൊണ്ടാണ് ഞാൻ FSJ എടുത്ത് വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ നാട്ടിൽ കുറേ ഏജൻസിയൊക്കെ അന്വേഷിച്ചു, കിട്ടിയില്ല. ഫൈനലി എൻ്റെ ഫ്രണ്ട് വഴി എനിക്ക് കിട്ടി. ശരിക്കും ലക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം എല്ലാവർക്കും FSJ എടുത്ത് കിട്ടി വരാൻ പറ്റണമെന്നില്ല ഇനി അങ്ങോട്ട്. പക്ഷേ പോസിബിലിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പോസിബിലിറ്റി ഉണ്ട്. നിലവിൽ FSJ എന്ന് പറഞ്ഞ സംഭവം നിർത്തിയിട്ടില്ല, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അതുപോലെ ചെറിയ രീതിക്ക് നമുക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. ഹൗസ് ബിൽഡിങ്ങിൻ്റെ അത്ര നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു മാക്സിമം ഒരു 600 സംതിങ് euro വരെ നമുക്ക് FSJ നിന്ന് കിട്ടും. പിന്നെ മിക്ക കമ്പനീസിലും അക്കോമഡേഷൻ നമുക്ക് ഫ്രീ ആയിരിക്കും. പക്ഷേ എല്ലാ കമ്പനീസും ഫ്രീ ആയിട്ട് തരണം എന്നില്ല കേട്ടോ, അങ്ങനെയുമുണ്ട്. പക്ഷെ മിക്കതും അക്കോമഡേഷൻസ് ഒക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന ഒരു എമൗണ്ട് നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നാട്ടിലോട്ട് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലോട്ട് അയക്കാം ഓഫ്കോഴ്സ്. പിന്നെ ഈ FSJ 6 മാസം മുതൽ 1 വർഷം വരെ അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മളുടെ കമ്പനി നമുക്ക് തരുന്നതനുസരിച്ച് 6 മാസം അല്ലെങ്കിൽ 1 വർഷം വരെ നമുക്ക് FSJ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന 1 ഇയർ FSJ ആണ്. ഞാനിപ്പോൾ കയറിയത് മെയിലാണ്. അടുത്ത ഏപ്രിൽ വരെ ഞാൻ ഈ കോഴ്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറും. ഇതാണ് ഇപ്പം എൻ്റെ പ്ലാൻ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എന്നോട് ചോദിച്ച മെയിൻ ക്വസ്റ്റ്യൻസ്. മെയിൻലി ഞാൻ എങ്ങനെയാണ് വന്നത് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും എന്നെ പറ്റിയിട്ടുള്ള, അതായത് ഞാൻ എങ്ങനെ വന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള കൺഫ്യൂഷൻസ് മാറിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.